എന്തിനാ പഴയിലേക്കൊന്നും പോണ്ട, ഞാൻ എന്റെ കല്യാണം അല്പം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ പൂവിരിയുന്നു, തല ഇങ്ങനെ പോകുന്നു, കറങ്ങി പോകുന്നു, ലൈറ്റ് വരുന്നു. എന്റെ കല്യാണത്തിന്റെ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ തിരിയണ ഒരു ഷോട്ട് ഉണ്ട്, എന്റെ അബ്ബേ സിനിമാറ്റിക് ഷോട്ട്. അതിങ്ങനെ ഒരു പാലത്തുമ്പോ ഞാൻ നിന്നിട്ട് ഇങ്ങനെ തിരിയണതാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കത് കണ്ടു കഴിഞ്ഞാൽ ഓഫീസ് വെച്ചെന്ന് പറയും. അപ്പൊ ഇപ്പൊ എന്റെ മക്കള് കണ്ടിട്ട് പറയുന്നത് അപ്പൊ കണ്ണാപ്പി ആയിട്ടോ ഇപ്പത്തെ ടൈമൊന്നല്ലേ, എന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അപ്പൊ കണ്ണാപ്പി ആയിട്ടുണ്ട്, ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പറ്റിയ പാട്ടുകള് തുള്ളി 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 ഞാൻ അങ്ങനെ ഒരു പാട്ടില്ലേ തമിഴ്, മറ്റേ സൂര്യ അസിന്റെ ആ സാധനം, ആ പാട്ടായിരുന്നു. ആ പാട്ട് ഞങ്ങൾ അതിരപ്പള്ളിയിലാണ് ഷൂട്ട് ചെയ്തത്. വണ്ടി ഓടി വരുന്നു, അതിലൊക്കെ എല്ലാത്തിലും ഒരു ഷോട്ട് ഉണ്ടാവും. സ്റ്റീലിംഗ് തിരിയുന്നു, ഇങ്ങനെ പിടിക്കുന്നു, അല്ലെ വണ്ടിയിൽ ഇങ്ങനെ തൂക്കിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഹാങ്ങിങ് എടുത്ത് ആടുന്നു, ഒരു ലൈറ്റ്. അപ്പം അത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറയാം അതാണ് കല്യാണം. പിന്നെ ആൽബംസ് ഫോട്ടോ കട്ട് ചെയ്തിട്ട് പ്രാവ് മറ്റേ പെയിന്റ് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് ഒരു പേപ്പർ ആയിരിക്കും വരെ അതിനെ തൊട്ടിച്ചിട്ടൊക്കെ ആയിരുന്നു അന്നത്തെ ആൽബംസ്. ഇന്ന് ആൽബംസ് ഒക്കെ മാറി. ഇന്ന് ആഫ്റ്റർ വെഡിങ് ഷൂട്ട് കഴിഞ്ഞ മുമ്പ് പ്രീ വെഡിങ് ഷൂട്ടായി, സേവ് ദ ഡേറ്റ് ആയി. ഒക്കെ അമ്മാവന്മാർക്കും വസന്തങ്ങൾക്കും ഒരിക്കലും അല്ലേ? കാരണം എന്താ വെച്ചാല് ഈ ഒരു കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ, നിങ്ങളൊരു വെഡിങ് ഷൂട്ടിന് പോയി കഴിഞ്ഞാല് പണ്ട്